ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പൊട്ടറ്റോ സാമ്പാർ ഉണ്ടാക്കിയാലോ. ഈ സാമ്പാറിന് പുളി ഒന്നും വേണ്ട കേട്ടോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും. പയറ് പരിപ്പും ഉരുളക്കിഴങ്ങും തക്കാളിയും ഉള്ളിയും ഉപയോഗിച്ചാണ് നമ്മൾ ഈ സാമ്പാർ ഉണ്ടാക്കാൻ പോണത്. ഇത് ബജ്ര കമ്പ്, ഇന്നലെ 1 കപ്പ് ബജ്രയും 1/2 കപ്പ് ഉഴുന്നും കൂടെ തലേ ദിവസം രാവിലെ വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം ആട്ടിയെടുത്തതാണ്. ഇത് നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് പൊട്ടറ്റോ സാമ്പാർ ഉണ്ടാക്കാൻ ഒരു ചെറിയ കപ്പിൽ 1 കപ്പ് പയറ് പരിപ്പ് എടുക്കണം. ഒരു പൊട്ടറ്റോ കട്ട് ചെയ്തെടുക്കണം. 4 ചെറിയ ഉള്ളി, ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. സവാളയാണിത്. സവാള ചെറുതായിട്ട് കൊത്തി എരിഞ്ഞെടുക്കാം. 4 കഷ്ണം വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകവും കുരുമുളകും എടുക്കണം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് കായമാണ്, സകലം. ഒരു നുള്ളു കായം വേണം. ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്കിനി പയറ് പരിപ്പ് നന്നായിട്ട് കഴുകി കുക്കറിൽ 2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് എടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, സവാള, ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, തക്കാളി, ജീരകം, കുരുമുളക്, വെളുത്തുള്ളി, ഒരു നുള്ള് കായപ്പൊടി കൂടെ ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നന്നായിട്ട് പയറ് പരിപ്പും ഉരുളക്കിഴങ്ങും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിൽ 4 സ്പൂൺ എണ്ണ ഒഴിക്കുക. 1/4 ടീസ്പൂൺ കടുകിടണം. സകലം ഉലുവ കൂടെ ഇടണം. ഉലുവ നന്നായിട്ട് മൂത്ത് അതിനുശേഷം നമുക്ക് ഉള്ളി, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കണം. കരിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഒരു പിടി മുരിങ്ങയില കൂടെ നമുക്ക് ചേർക്കാം. മുരിങ്ങയില കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. മുരിങ്ങയില തോരൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. അതേസമയം ഈ സാമ്പാറിൽ, ഉരുളക്കിഴങ്ങ് സാമ്പാറിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് സ്ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ കരിഞ്ഞു പോകാതെ ചെറുതായിട്ടങ്ങ് വഴറ്റണം. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് പരിപ്പ്, ഉരുളക്കിഴങ്ങ്, തക്കാളിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ നമുക്ക് ചേർക്കാം. ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഇതിൻ്റെ കൂടെ 2 ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് ഒന്ന് തിളച്ചോട്ടെ. ഇനി നമുക്ക് കമ്പ് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഇഡ്ഡലി തട്ടിൽ ഈ കമ്പ് മാവ് ഒഴിക്കണം. നമ്മുടെ സാമ്പാർ തിളച്ചു റെഡിയായി. ഇതിലേക്ക് നമ്മൾ മല്ലിയില കൂടെ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ചേർക്കണം. ഇഡ്ഡലി സാമ്പാർ റെഡിയായി. ഉരുളക്കിഴങ്ങ് സാമ്പാറാണ്. ഇത് നല്ല ടേസ്റ്റാണ്. കമ്പ് ഇഡ്ഡലിയും ഉരുളക്കിഴങ്ങ് സാമ്പാറും തയ്യാറായി. ഇതുപോലെ നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.